8ാം ദിനമായി ഇന്ന് നമുക്കറിയാം. ഇന്ന് SKMJ സ്കൂളിൽ നിന്നും ഹെലികോപ്റ്റർ അവിടെ നിന്നും യാത്ര ആരംഭിക്കുകയാണ്. ചാലിയാർ പുഴയുടെ ദുർഘടമായ മേഖലകൾ കേന്ദ്രീകരിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പരിസരങ്ങളിലൊക്കെയാണ് ഇന്ന് തെരച്ചിൽ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലായിരിക്കും സാധ്യമാവുക. അതുമായി ബന്ധപ്പെട്ട് SKMJ സ്കൂളിന്റെ പരിസരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബിജു പങ്കജ് ഒപ്പം ചേരുന്നുണ്ട്. ബിജു പങ്കജ്, ദൗത്യം കുറച്ചുകൂടി നീളുമെന്ന് നമുക്ക് കരുതാമോ? കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? മഴ ശമിച്ചിട്ടുണ്ടോ? 8 മണിക്ക് തുടങ്ങാറുന്ന ദൗത്യം ഇപ്പോൾ 1 മണിക്കൂർ വൈകിയിരിക്കുകയാണ്. മഴയാണ് പ്രശ്നം. ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു, പക്ഷേ വെയിൽ തെളിഞ്ഞു. പിന്നീട് ഹെലികോപ്റ്ററുടെ ഇറങ്ങാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി പെയ്ത മഴ കാരണം അല്പം വൈകിയിരിക്കുകയാണ്. ഇപ്പോൾ വെയിൽ നന്നായിട്ട് തെളിയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ദൗത്യം തുടങ്ങും. ഇപ്പോൾ ഈ ദൗത്യ സംഘാംഗങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് അവർ അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ദൗത്യം തുടങ്ങും. കാരണം എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് 12ഓളം സംഘാംഗങ്ങളാണ് ഈ തെരച്ചിലിനായിട്ട് പോകുന്നത്. ആർമിയുടെ പ്രതിനിധികളുണ്ട്. അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ ഈ മേഖല അറിയാവുന്ന 2 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരുണ്ട്. അതുപോലെ സംസ്ഥാന പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ പ്രതിനിധികളുണ്ട്. അങ്ങനെ വളരെ വിപുലമായ ഏറ്റവും എക്സ്പെർട്ടൈസായ ഒരു പരിശോധനയ്ക്കാണ് ആർമി സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരുങ്ങുന്നത്. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാധാകൃഷ്ണൻ ആർമിക്ക് വേണ്ടി ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത്. അതായത് മനുഷ്യസാധ്യമല്ലാത്ത പ്രദേശങ്ങളിലൂടെ പരിശോധനയായിട്ട് പോവുകയാണ്. അതായത് സൂചിപ്പാറ മുതൽ നിലമ്പൂർ വരെയുള്ള നദീതീരങ്ങളിൽ ആണ് പരിശോധന നടത്താൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സേതുരാമൻ IPS, അതുപോലെ മേജർ ഋഷി രാധാകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ്. അവർ ഇപ്പോൾ ദൗത്യം അല്പസമയം വൈകും എന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ കാലാവസ്ഥയൊന്ന് പ്ലസൻ്റ് ആകാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചുള്ള സൂചിപ്പാറ മുതൽ അതുപോലെ നിലമ്പൂർ വരെയുള്ള നദീതീരങ്ങൾ, അതായത് ഇവിടെ മനുഷ്യന് നേരിട്ട് പോയി ഹെലികോപ്റ്റർ സഹായമില്ലാതെ അവിടെ പോയി പരിശോധിച്ച് മൃതദേഹങ്ങൾ തിരയാൻ കഴിയില്ല. പ്രത്യേകിച്ച് വന്യജീവികളുമുണ്ട്. മേപ്പാടി ഫോറസ്റ്റ് ഡിവിഷൻ്റെ മുതൽ നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ പ്രദേശം. അതുകൊണ്ട് വന്യജീവികളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ഈ ഹെലികോപ്റ്ററിലെത്തിയിട്ട് റോപ്പ് വഴി നദീതീരങ്ങളിലേക്ക് ഈ സംഘാംഗങ്ങളെ ഇറക്കി വിടും. അതിനുശേഷം ഹെലികോപ്റ്ററോടെ റോന്തു ചുറ്റും മൃതദേഹങ്ങളോ മൃതകാവശിഷ്ടങ്ങളോ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്ററിൽ തന്നെ ഇങ്ങോട്ടേക്ക് പോകും. ഒരു പക്ഷേ സംസ്ഥാനത്ത് ഇത്രയധികം ഒരു ചലഞ്ച് ആയ ഒരു ഓപ്പറേഷൻ സമീപകാലത്തിന് നടന്നിട്ടില്ല. എന്തായാലും ഏതാണ്ട് 150ലധികം മൃതദേഹങ്ങൾ കിട്ടാനുള്ളത്. അപ്പോൾ ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അവയുടെ അവശിഷ്ടങ്ങളൊക്കെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് സർക്കാർ നടത്തുന്നത്. കാരണം ഇത്രയധികം മൃതദേഹങ്ങളുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഈ തെരച്ചിൽ നടത്താതെ ഇരുന്നാൽ അതൊരു വലിയ വിമർശനങ്ങൾക്ക് വഴിക്കും. തന്നെയുമല്ല, ഇത്ര വലിയ ഒരു ദൗത്യം നടത്തി അവർക്ക് ഇങ്ങനെയൊരു പരിശോധന നടത്തി അവസാന ശ്രമവും നടത്തി എന്നുള്ള കാര്യം ബന്ധുക്കളെയും സർക്കാരിനും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു റിസ്കി ഓപ്പറേഷൻ നടത്താനായിട്ട് ഇപ്പോൾ ആർമിയുടെ സഹായത്തോടുകൂടി സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വളരെ കാലാവസ്ഥ നല്ല പ്ലസൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്പം വെയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. രാവിലത്തെ മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെ പോയി. അപ്പോൾ ഇവർ രാവിലെ പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഴ വരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സംഘാംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറച്ചുകൂടി പ്ലസൻ്റായ കാലാവസ്ഥയിലേക്ക് കിടക്കുമ്പോൾ ദൗത്യം തുടങ്ങാൻ കഴിയും. എന്തായാലും ഒരു 9:30 ദൗത്യം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംഘാംഗങ്ങൾ റെഡിയാണ്. അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരും റെഡിയാണ്.